നമ്മുടെ നാട്ടിൽ ഗുരുതരമായ ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ് തെരുവുനായ ശല്യം. അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് താണ്ടി ഇതൊക്കെ ഈ മൃഗസ്നേഹികളില്ലേ വീട്ടിൽ കൊണ്ടിട്ട് വളർത്തട്ടെ ഇഷ്ടംമാതിരി. മനുഷ്യനെ ഉപദ്രവിക്കാതെ തെരുവിൽ ഇറങ്ങാൻ പറ്റുമോ? റോഡിൽ ഇറങ്ങാൻ പറ്റുമോ? കോഴിക്കോട് നാദാപുരത്ത് സ്കൂൾ കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായകൾ. ബാഗും കുടയും ഉപയോഗിച്ചാണ് കുട്ടികൾ നായകളെ പ്രതിരോധിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുഞ്ഞുങ്ങൾ ഓടുന്ന ഓട്ടം കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഈ പറയുന്ന മൃഗസ്നേഹികളെന്ന് പറയുന്നവന്മാരുണ്ടല്ലോ, ഇനി ഇറങ്ങുന്നവന്മാര്, യഥാർത്ഥത്തിൽ ഇവനെയൊക്കെ ചാട്ടവാരെടുത്ത് അടിച്ച് ഓടിക്കേണ്ടതാണ്. കുട്ടികളുടെ ചില ഭീകര അനുഭവങ്ങളാണ് ഈ വീഡിയോകളിൽ കാണിച്ചിരിക്കുന്നത്. കാരണം ആ കുഞ്ഞുങ്ങളുടെ ഓട്ടം കാണുമ്പോഴാ മനസ്സിലാവുന്നേ അതൊക്കെ അവന് കാണൂ, കണ്ണുള്ളവന്മാരാണോ ഇവന്മാര്? കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ രാത്രികാല കാഴ്ചയാണിത്. ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു രോഗിയെയും കൊണ്ട് ചെന്നപ്പോൾ ദയനീയമായ അവസ്ഥയാണ് അവിടെ കാണാൻ സാധിച്ചത്. ഇത് നമ്മൾ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ അവിടുത്തെ കംപ്ലൈന്റ് ബോക്സിൽ പരാതി നിക്ഷേപിക്കാനാണ് പറഞ്ഞത്. 1-2 പട്ടികൾ മാത്രമല്ല, ഒരുപാട് പട്ടികൾ അവിടെ അങ്ങിങ്ങായി വിലസുന്നുണ്ട്. ഇതിനെതിരെ അധികാരികൾ ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കും. ഇവയുടെ ശല്യം കെട്ടിടത്തിനകത്തു പോലും എത്തുന്ന ചില അവസരങ്ങളുണ്ട്. മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകം ഷെൽട്ടറുകൾ ഉണ്ടാക്കി ഇവയെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കാവുന്നതാണ്. ധാരാളം മൃഗസ്നേഹികൾ ഉള്ള സ്ഥിതിക്ക് ഇവയെ തീറ്റിപ്പോറ്റുക അത്ര പ്രയാസമുള്ള കാര്യമായിരിക്കില്ല. ഈ നിയമം ഉണ്ടല്ലോ, ആ സുപ്രീം കോടതി ഈ പറഞ്ഞേക്കുന്നത്, ഈ നിയമം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 142 അനുസരിച്ചാണ്. കംപ്ലീറ്റ് ജസ്റ്റിസിന് വേണ്ടി പറഞ്ഞേക്കുന്ന ഒരു നിയമമാണ്. അത് ഡൽഹിക്കാർക്ക് മാത്രമല്ല ബാധകം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു ലോ ലെയ്ഡ് ഡൗൺ ബൈ ദ സുപ്രീം കോർട്ടാണ് നിയമം. അത് ജസ്റ്റിസ് പർദിവാലയുടെയും അതുപോലെ ജസ്റ്റിസ് മഹാദേവൻ്റെയും ഒരു സുപ്രധാന വിധിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം ഇത് മനുഷ്യർക്ക് വേണ്ടി വലിയൊരു കാര്യം സുപ്രീം കോടതി ചെയ്തു എന്ന് കരുതിയാൽ മതി. അപ്പോൾ വാക്സിൻ കമ്പനിക്കാരാണ് ഇതിൻ്റെ പുറയിൽ. ഈ പട്ടിയില്ലെങ്കിൽ, ഈ തെരുവുനായ്ക്കളില്ലെങ്കിൽ ഈ സാധനം ആരെങ്കിലും വാങ്ങിക്കേണ്ടതായിട്ട് വരും. പേ വന്നാലല്ല, പേ വിഷബാധ, പട്ടി കടിച്ചാലല്ല ഉള്ളൂ ഇത് എടുക്കേണ്ടതായിട്ട് വരുന്നേ. അപ്പോൾ പേ ഇല്ലെങ്കിലോ ഇതിന് പ്രയോജനമില്ല. യാതൊരു ഉപദ്രവവും ചെയ്യാത്ത മാൻകൂട്ടങ്ങളെയാണ് ഇതേപോലുള്ള ഷെൽട്ടറുകളിലാക്കി ഇപ്പോൾ സർക്കാർ സംരക്ഷിച്ചു വരുന്നത്. ആട്, പശു, പോത്ത് എന്നിവയോടുള്ളതിനേക്കാൾ കൂടുതലായി മൃഗസ്നേഹമാണ് ഇപ്പോൾ പട്ടികളോട് മൃഗസ്നേഹികൾ കാണിച്ചു വരുന്നത്. ബിജു പ്രഭാകർ IAS തിരുവനന്തപുരത്ത് നടത്തുന്ന പ്രതിഷേധം നമുക്കും തുടരേണ്ടതുണ്ട്.